ഒരിക്കൽ കണ്ടുമറന്ന സിനിമ പിന്നീട് എത്രയോ തവണ ടെലിവിഷനിലൂടെ കണ്ട സിനിമ അത് വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ യുവതലമുറ ഓടിക്കയറി ആഘോഷമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ട്രെൻഡ്. സ്ഫടികത്തിൽ തുടങ്ങി രാവണ പ്രഭുവിൽ എത്തി നിൽക്കുകയാണ് മലയാള സിനിമയുടെ പുതിയ ട്രെൻഡ്. ഇപ്പോഴത്തെ ജനപ്രിയ നായകൻ ദിലീപിന്റെ കല്യാണരാമനും റീ റിലീസിന് ഒരുങ്ങുകയാണ്. 2002 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ വീണ്ടും റീ റിലീസിനായി എത്തുന്നുള്ള വാർത്ത തീർത്തും ആവേശം നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി പി നായരമ്പലമാണ്. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മാണം ചെയ്ത ഈ ചിത്രം ലാൽ തന്നെയാണ് റിലീസ് വിതരണം ചെയ്തിരുന്നതും. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ലാലു അലക്സ്, ലാൽ, നവ്യ നായർ, ജ്യോതിർമയ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൽ സലീംകുമാർ, ഇന്നസെന്റ്, ബോബൻ ആലമൂടൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കൊച്ചിപ്രേമൻ എന്നിവരും അഭിനയിച്ചിരുന്നു. ദിലീപ്, സലീംകുമാർ, ഇന്നസെന്റ് എല്ലാവരും കോമഡികൾ കൊണ്ട് മത്സരിച്ച് അഭിനയിച്ച സിനിമ. സോഷ്യൽ മീഡിയ കാലത്തിന് മുൻപേ ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഈ സിനിമയിലെ ഡയലോഗുകളെല്ലാം തന്നെ. ഷർട്ട് മുതൽ ചുരിദാർ വരെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. 4K അറ്റ്മോസിലെത്തി മികച്ച അഭിപ്രായം നേടിയ ദേവദൂതൻ, ചോട്ടാ മുംബൈ, റീ റിലീസിനൊരുങ്ങുന്ന കമ്മീഷണർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹൈ സ്റ്റുഡിയോസ് 4K റീമാസ്റ്റർ ചെയ്യുന്ന ചിത്രമാണ് കല്യാണരാമൻ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഇതിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബേണി ഇഗ്നേഷ്യസ് ആണ്. മികച്ച 4K ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം 2026 ജനുവരിയിൽ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്നും കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ പുറത്തുവിടുമെന്നുമാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദിലീപിന്റെ സിനിമകൾ റീ റിലീസ് ചെയ്യണമെന്നുള്ള ശക്തമായ ആവശ്യത്തിന്റെ ആദ്യപടി എന്നവണ്ണം തന്നെ കല്യാണരാമന്റെ റീ റിലീസിനെ കാണാനായി സാധിക്കും. കൂടുതൽ ദിലീപ് സിനിമകളും റീ റിലീസിനായി ഒരുങ്ങുന്നുള്ള അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ സിനിമ എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.